വേറെ നിനക്ക് ഷർട്ടൊന്നുമില്ലേ? എത്ര ഷർട്ടുണ്ട് നിനക്ക് മൊത്തം? എത്ര ഷർട്ടുണ്ട്? ഈ ഷർട്ടും മാറ്റും മാത്രമേ ഉള്ളൂ? സീരിയസ്ലി സത്യമായിട്ടും ഈ ഒരേ ഒരു ഷർട്ടും മാറ്റും മാത്രമുള്ള ഈ പയ്യന് മലയാളിയാണ്. അന്യ സംസ്ഥാനക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കൊച്ചു കേരളത്തില് ഒരൊറ്റ ഷർട്ടും പാന്റും മാത്രം ഇട്ട് അവന്റെ ജീവിതം ഡെയിലി മുന്നോട്ട് പോകുന്ന പയ്യനെ കാണിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്നു. 13 വയസ്സേ ഉള്ളൂ. എന്താ അയാളുടെ പേര്? ആസിഫ്. ലോട്ടറി കച്ചവടമല്ല കാണിച്ച ലോട്ടറി എത്ര ആളെ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്? എത്ര വയസ്സ് കൊണ്ടാ നിനക്ക്? 13 വയസ്സ്. അപ്പൊ നീ എത്തി പഠിക്കാൻ പോകാത്ത? വീട്ടിലെ സാഹചര്യം. എന്താ സാഹചര്യം? അച്ഛൻ ആക്സിഡന്റ് കിടപ്പില്ല. പിന്നെ വീട്ടിലാരെങ്കിലുള്ള? അമ്മ, ചേട്ടൻ, അനിയത്തി. അമ്മ ചേട്ടൻ എന്ത് ചെയ്യണം? ചേട്ടൻ കോളേജിലാ. അപ്പൊ നിനക്ക് പഠിക്കാൻ പോയിക്കൂടാ? നീ പഠിക്കാൻ മോശമാണോ? അല്ല, അത് വീട്ടിലെ സാഹചര്യം മോശമായിരുന്നതാ. അപ്പൊ എട്ട് പഠിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇന്നെന്ത് സ്കൂളിൽ പോകാത്ത? അല്ലാ പറഞ്ഞേ. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇത്രയും മുഷിഞ്ഞ ഷർട്ട് ഒക്കെ ഇടാന്ന് വെച്ചാൽ നിനക്ക് ഷർട്ടില്ലേ? ഷർട്ടില്ല? സീരിയസ്ലി? ഞാൻ എന്റെ മോനെ ഉള്ള കാര്യം പറയാം. അത് ഇത്രയും ഒരു മുഷിഞ്ഞ ഷർട്ട് ഞാൻ എന്റെ ജീവിതത്തില് ഞാനൊക്കെ തീരെ കാണിച്ചു തുറന്ന്. ഇത് യൂണിഫോം ഷർട്ട് പാന്റാണോ? ഇത് എത്ര വർഷമായിട്ട് നീ ഉപയോഗിക്കണു? കുറച്ച് മാസമായി. എന്നാ വേറെ നിനക്ക് ഷർട്ടൊന്നുമില്ലേ? എത്ര ഷർട്ടുണ്ട് നിനക്ക് മൊത്തം? എത്ര ഷർട്ടുണ്ട്? ഈ ഷർട്ടും മാറ്റും മാത്രമേ ഉള്ളൂ? സീരിയസ്ലി സത്യമായിട്ടും ഷുവർ? അതായത് നീന്റെ ലോട്ടറി കാണിച്ചേ. ഇത് എത്ര രൂപയുടെ ലോട്ടറി ഉണ്ട്? എത്ര രൂപയുടെ ലോട്ടറി ഉണ്ട്? ഇന്ന് നേരം വെളുത്ത് എപ്പോഴാ കച്ചവടം തുടങ്ങിയ? 6 മണി. എന്നിട്ട് എത്ര പോയി? ഒരു 25 പോയി. ഒരു ലോട്ടറി ഇട്ട് എത്ര കിട്ടൂടാ? 1 രൂപ. 1 രൂപ കിട്ടുള്ളൂ. അപ്പൊ 100 രൂപ കിട്ടാ നിനക്ക് 100 രൂപ കിട്ടുമോ? പോടാ. ഒരു ലോട്ടറിക്ക് 5 രൂപ ഉണ്ടല്ലോ. 1 രൂപ ഉള്ളൂ. അത് നിന്നോട് ആരാ പറഞ്ഞ? മുതലാളിയാ. എടാ ഒരു ലോട്ടറിക്ക് 5 രൂപ ഉണ്ട്. 1 രൂപ ഉള്ളൂ. 1 രൂപ ഉള്ളൂ. അപ്പൊ നിനക്ക് 100 രൂപ വിട്ട നിനക്ക് ആകെ 100 രൂപ കിട്ടുള്ളൂ. എടാ പോടാ മോനെ അവിടെ നിന്ന്. വെറുതെ കാട് എവിടെ കാര്യം പറഞ്ഞാ നീ ഇവിടെ ഇരുന്നേ. നീ ഇത് കഴിച്ച് ഉണ്ടോ? ഞാൻ ചുമ്മാ എനിക്കിഷ്ടമുള്ള സാധനം കഴിച്ചോ. എടുക്കടാ. എടുത്താം. എടാ സീരിയസ്ലി നിനക്ക് 1 രൂപ വെച്ചാൽ ലോട്ടറി കയറുള്ളൂ. ഞാൻ സമ്മതിച്ചു തന്നേണോ? അപ്പൊ നീ എത്ര സമയം ഇത്ര ലോട്ടറി വിറ്റ് വീണേ? അതൊരു 4 മണിയാവും. നീ ആകെ 100 രൂപയ്ക്കാണ് ലോട്ടറി വാങ്ങണേ? ആകെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ദിവസം നീ നിൽക്കണത്. അപ്പൊ ആഴ്ചയിൽ എത്ര ദിവസം നിൽക്കും? ഡെയിലി. അപ്പൊ നീ സ്കൂളിൽ എന്താ പോണേ? സ്കൂളിൽ ഡെയിലി പോവില്ല? ഇല്ല. എത്ര ദിവസം കൂടെ പോണേ? അത് ഒരാഴ്ച 2 കഴിയുമ്പോ. അപ്പൊ സ്കൂളിലൊന്നും പറയൂലേ? അല്ല, സ്കൂളിലെ സിറ്റുവേഷൻ അറിയാം. ടീച്ചർമാർക്ക് അറിയാം. ടീച്ചർമാരെ സഹായിക്കോ? ഇല്ല, അവര് അറ്റൻഡൻസ് മാത്രം. അല്ല, കാർ കയറി അവിടെ നിൽക്കണ്ടായിരുന്നു. പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം എന്ന് പറയുമ്പോ അങ്ങനൊന്നുമില്ല. രാവിലെ കഴിച്ചേ? രാവിലെ കഴിച്ചില്ല. ജനങ്ങൾക്ക് ഭാഗ്യം കൊടുക്കണം തിരക്കിലായിട്ട്. ഭാഗ്യം കൊടുക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ? പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരും. 13 വയസ്സിന് നീ ജീവിതം തുളച്ചു കളയാൻ പാടില്ല. ഈ പണി മോശമല്ല, ലോട്ടറി കച്ചവടം അല്ല, എന്ത് മാന്യമായ തൊഴിലും നല്ലത് തന്നെയാണ്. പക്ഷെ അതിനോട് സ്നേഹമുള്ള, മര്യാദയുള്ള, താഴ്മയുള്ള, നിന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ മുന്നിൽ നീ എത്തപ്പെടണം. എങ്കില് മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചെളിയായിട്ടൊരു ഷർട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പോലും ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ലാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട് നടന്ന ഒരാളാ. പക്ഷെ ഇത് കാണുമ്പോ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം. അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്തക്കുറവ്. എനിക്ക് 13 വയസ്സിൽ എന്ത് ഉത്തരവാദിത്തം എന്നുള്ളത് ചോദിച്ചാല് നീ തീരെ കുഞ്ഞാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സങ്കടമാണ്. ഇത്രയും ലോട്ടറി വിറ്റ 100 ലോട്ടറി വിറ്റ നിനക്ക് ആകെ 100 രൂപ കിട്ടണമെങ്കിൽ എന്തൊരു അവസ്ഥയാണോ അത്? മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ? മനുഷ്യന്റെ കാര്യങ്ങള് ഇങ്ങനെയാ? അല്ല, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ അവസ്ഥ ഇങ്ങനെയല്ലേ? ഇല്ലടാ, നിന്റെ അവസ്ഥ ഇന്ന് മുതൽ ചേഞ്ച് ആവുക. നിന്റെ ലൈഫ് ഞാൻ ഇങ്ങനെ പ്രവചിച്ച് പറയാണ്. ഇന്ന് മുതൽ നിന്റെ ലൈഫ് ചേഞ്ച് ആവുക. ഞാൻ അപ്പുറം വഴി പോകാൻ വേണ്ടിയിരുന്നാണ്. ഇപ്പുറം വഴി എന്തിനാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ വഴി വന്നത്. അപ്പോ സങ്കടപ്പെടണ്ട.
ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചില്ലായിട്ടങ്ങ് പോവാ, അടിച്ച് പൊളിച്ച് തകർത്തങ്ങ് പോവാ കേട്ടോ. നിനക്ക് ദൈവം സഹായിച്ച് എന്താ പറയാ, ദൈവം സൗന്ദര്യം ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം തന്നു, ലുക്ക് സീരിയസ്ലി എടാ നീ സുന്ദരനാണ്. പിന്നെ പിന്നെന്താ ഇപ്പൊ 8ാം ക്ലാസ് അല്ല, ഇനി 9, 10, 11 അങ്ങനെ കുറെ ക്ലാസ്സുകൾ പഠിക്കണം. ലൈഫിൽ സക്സസ് ആവണം, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് വേണം. താങ്ക്സ് ചേട്ടാ. താങ്ക്സ്. നിന്റെ കണ്ണെന്തിനാന്ന് പറയണത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുകഴ്ത്തി പറഞ്ഞതല്ല, അല്ല ആക്കിയതല്ല. നിന്റെ കണ്ണ് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിന്റെ കണ്ണങ്ങനെ നിറയേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ തളരൂല. ഇനി നീ മുന്നോട്ട് കയറുള്ളൂ. നിന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യും, നിനക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും കേട്ടാ. കേട്ടാ. പേര് വിട്ടുപോയില്ലോടാ? ആസിഫ്. 13 വയസ്സുള്ളൂ. ഇവന്റെ കയ്യിൽ ഇരിക്കുന്നത് 100 ലോട്ടറിയാണ്. ഒരു ലോട്ടറി വിറ്റാൽ എത്ര പൈസ ലാഭം കിട്ടുന്ന പോലും അവന് കൃത്യമായിട്ട് അറിയില്ല. ഇവര് 100 ലോട്ടറി വിറ്റാൽ കിട്ടുന്നത് ആകെ 100 രൂപ. വൈകിട്ട് 4 മണി ആകുമ്പോഴത്തേക്കും വിറ്റ് തീരും. പഠിക്കാൻ ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകണം, വീട്ടില് ബുദ്ധിമുട്ട്. ഇത്രയും ഒരു മോശം ഷർട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആരും വിട്ട് കണ്ടിട്ടില്ല. ഇത് കാണുന്ന ആളുകൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞു. 8139028. ഓക്കെ മോനെ. അപ്പോ എന്തായാലും നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനോട് പൊക്കുമല്ലേ, എന്റെ ലൈഫ് നമുക്ക് കളറാക്കണം. അപ്പൊ ഇനി കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാം.